ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 2020 SLC പരീക്ഷയ്ക്ക് നമ്മളുടെ മൂന്നാമത്തെ ചാപ്റ്ററായ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ്, സാധ്യതകളുടെ ഗണിതം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. 2020 ഈ ഭാഗത്ത് നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, 2019 നമ്മൾ ഡിസ്കസ് ചെയ്ത് പറഞ്ഞിരുന്നു. ഒന്നോ രണ്ടോ ചോദ്യങ്ങളാണ് ഉള്ളത് അധികമായിട്ടും. അപ്പോൾ എന്ന് കരുതി വെറുതെ വിട്ട് കളയരുത്, എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ചെയ്ത് നോക്കണം. എങ്കിലേ നമുക്ക് നല്ലൊരു മാർക്ക് A+ എന്നുള്ളത് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ചോദ്യം എങ്ങനെയായിരുന്നു ഈ ചാപ്റ്ററിന്? ഇൻ എ സ്കൂൾ ദ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ 10A division is equal to the total number of students in 10B. One student is to be selected from each division. Number of boys in 10A is 20. The probability of selecting a boy from 10A is 2/5 and that of from 10B is 3/5. ഒരു സ്കൂളിലെ 10A ഡിവിഷനിലുള്ള കുട്ടികളുടെ എണ്ണവും 10B ഡിവിഷനിലുള്ള കുട്ടികളുടെ എണ്ണവും തുല്യമാണ്. ഓരോ ഡിവിഷനിൽ നിന്നും ഒരു കുട്ടിയെ തിരഞ്ഞെടുക്കണം. 10Aയിൽ 20 ആൺകുട്ടികളുണ്ട്. 10Aയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന കുട്ടി ആൺകുട്ടി ആവാനുള്ള സാധ്യത 2/5 ആണ്. 10Bയിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന കുട്ടി ആൺകുട്ടിയാകാനുള്ള സാധ്യത 3/5 ആണ്. How many students are there in 10A? 10Aയിൽ ആകെ എത്ര കുട്ടികളുണ്ട്? What is the probability of selecting a girl from 10A? 10Aയിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന കുട്ടി പെൺകുട്ടിയാകാനുള്ള സാധ്യത എന്താണ്? How many boys are there in 10B? 10Bയിൽ എത്ര ആൺകുട്ടികളുണ്ട്? What is the probability of both the selected students being boys? തിരഞ്ഞെടുക്കപ്പെടുന്ന രണ്ട് കുട്ടികളും ആൺകുട്ടികളാവാനുള്ള സാധ്യത എന്താണ്? 2020 4 മാർക്കിന് ചോദിച്ച ഒരു ചോദ്യമാണിത്. ഓക്കെ, അപ്പോൾ ഒരു സ്കൂളിൽ 10Aയിലെയും 10Bയിലെയും കുട്ടികളുടെ എണ്ണം സെയിം ആണ്. ഓക്കെ, 10Aയിലെയും 10Bയിലെയും കുട്ടികളുടെ എണ്ണം സെയിം ആണ്. 10Aയിൽ 20 ബോയ്സ് ഉണ്ട്. 10Aയിൽ നിന്നും പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് എ ബോയ് ഫ്രം 10A 2/5 ആണ്. ഇവിടുന്ന് നമുക്ക് നമ്മളുടെ ഫസ്റ്റത്തെ ആൻസർ കിട്ടും. ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദർ ഇൻ 10A? എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതായത് 10Aയിൽ ആൺകുട്ടികളെ സെലക്ട് ചെയ്യാനുള്ള സാധ്യത 2/5 ആണ്. ആകെ എത്ര ആൺകുട്ടികളാണ്? 20. അപ്പോൾ ഇവിടെ 20 ആക്കിയാൽ മതി. അതിന് 10 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇവിടെയും 10 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 20/50. അപ്പോൾ ടോട്ടൽ എത്ര കുട്ടികളാ? 50 കുട്ടികൾ. ഫസ്റ്റത്തെ ആൻസറായി. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ 10A നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ 10Bയും ഈക്വൽ ആണ് തന്നിട്ടുണ്ട്. 10Aയിലെ കുട്ടികളുടെ എണ്ണവും 10Bയിലെ കുട്ടികളുടെ എണ്ണവും തുല്യമാണ്. നമ്പർ ഓഫ് ബോയ്സ് ഇൻ 10A 10Aയിലെ ആൺകുട്ടികളുടെ എണ്ണം 20. പ്രോബബിലിറ്റി ഓഫ് സെലക്ടിങ് എ ബോയ് ഫ്രം 10A 10Aയിൽ നിന്നും ഒരു ആൺകുട്ടിയെ തിരഞ്ഞെടുക്കാനുള്ള സാധ്യത 2/5. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ 2 ഇനി എന്താക്കിയാൽ മതി? 20 ആക്കിയാൽ മതി. അപ്പോൾ 2 × 10 5 × 10. അപ്പോൾ 20/50. അപ്പോൾ ആകെ കുട്ടികളുടെ എണ്ണം 50. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്ര കുട്ടികളാണ്? 50 കുട്ടികൾ. ഇനി വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് എ ഗേൾ ഫ്രം 10A? 10Aയിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന കുട്ടി പെൺകുട്ടി ആകാനുള്ള സാധ്യത. 10Aയിലെ ബോയ്സ് 20 എണ്ണമാണ്, ടോട്ടൽ 50 ആണ്. അപ്പോൾ ബാക്കി ഗേൾസ് ആണ് 30 എണ്ണം. അപ്പോൾ ഗേൾസിന് കിട്ടാനുള്ള സാധ്യത 30/50 അഥവാ 3/5. ഓക്കെ, 30/50 അഥവാ 3/5. ഇനി ഹൗ മെനി ബോയ്സ് ആർ ദർ ഇൻ 10B? 10Bയിൽ എത്ര ആൺകുട്ടികളുണ്ട്? 10Bയിൽ നിന്നും ഒരു ആൺകുട്ടിയെ കിട്ടാനുള്ള സാധ്യത 3/5 ആണ്. 10Aയിലും 10Bയിലും കുട്ടികളുടെ എണ്ണം സെയിം ആയതുകൊണ്ട് 10Bയിലും എത്ര കുട്ടികളാണ്? 50 കുട്ടികളാണ്. അപ്പോൾ ഈ 5നെ നമ്മൾ എന്താക്കിയാൽ മതി? ടോട്ടലാണല്ലോ, ആകെയാണല്ലോ താഴെ. ഈ 5നെ 50 ആക്കുക. അപ്പോൾ 10 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 30/50. അപ്പോൾ എത്ര കുട്ടികളാണ്? 30 കുട്ടികൾ. എത്ര കുട്ടികളാണ്? 30 കുട്ടികൾ. 30 ബോയ്സ് കേട്ടോ, 30 ബോയ്സ് ആണ്. ഇനി വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് സെലക്ടഡ് സ്റ്റുഡൻസ് ബീങ് ബോയ്സ്? സെലക്ട് ചെയ്ത രണ്ട് കുട്ടികളും ആൺകുട്ടികളാവാനുള്ള സാധ്യത. ഓക്കെ, ആദ്യം നമ്മൾ ടോട്ടൽ എത്രയെന്ന് പറഞ്ഞു, പിന്നെ ഗേൾസിനെ കിട്ടാനുള്ള സാധ്യത, പിന്നെ 10Bയിൽ എത്ര ബോയ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അടുത്തത് രണ്ടും ബോയ് ആവാനും. 10Aയിൽ 20 ആൺകുട്ടികൾ, 10Bയിൽ 30 ആൺകുട്ടികൾ, ടോട്ടൽ 50 കുട്ടികളാണ്. അപ്പോൾ 20 × രണ്ടും പോയി, അതായത് ഇവിടുന്നും പോയി അപ്പുറത്തുനിന്നും പോയി. അപ്പോൾ അത് രണ്ടും ഗുണിക്കണം. 20 × 30/50 × 50 എത്ര കിട്ടും? 600/2500. ഈ 2 0 എന്തായി പോവും?
വെട്ടിപ്പോവും. സോ 6/25 എന്ന് കിട്ടും. 6/25. അപ്പോൾ ഈ ഒരു ചോദ്യമാണ് ഈ വർഷത്തിൽ 2020 നമ്മുടെ ചാൻസ് ഓഫ് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ സാധ്യതകളുടെ ഗണിതം എന്ന് പറയുന്ന ചാപ്റ്ററിന് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്. സീ യു സൂൺ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.